അത് വീണ്ടും വികസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് വ്യാപിച്ച് നാം മുഴുവനായും ആ ചുവന്ന പ്രഭയിൽ കുളിച്ചിരിക്കുന്നു. വീണ്ടും അത് വികസിക്കുമ്പോൾ ഇരുപുറങ്ങളിലും, മുൻപിലും, പുറകിലും, താഴെയും മുകളിലും ഒക്കെ ഉള്ളതിനെയും ഉള്ളവരെയും എല്ലാം അതിൽ ലയിപ്പിച്ച് നമ്മുടെ നാടും വീടും നഗരവും സസ്യലതാദികളും പക്ഷിമൃഗാദികളും ഒക്കെ ആ പ്രകാശ വലയത്തിനകത്താക്കിക്കൊണ്ട് പ്രകാശമയമായി വികസിക്കുന്നു. വീണ്ടും ഈ ഭൂമിയിലുള്ളതെല്ലാം അതിൽ ലയിച്ചു ചേർന്നുകൊണ്ട് ആ പ്രകാശം വികസിക്കുമ്പോൾ സൂര്യചന്ദ്രന്മാരും അനന്തകോടി നക്ഷത്രങ്ങളും ഈ പ്രപഞ്ചമാകമാനം അതിൽ ലയിപ്പിച്ചു ചേർത്ത് അത് മാത്രമായി മറ്റൊന്നില്ലാതെ വിരാജിക്കുന്നു. അതിനുശേഷം ഏകയായ ആ മഹാ തേജസ്വരൂപിണി ചുരുങ്ങുകയാണ്, സങ്കോചിക്കാൻ പോകുകയാണ്. അതിൻ്റെ സങ്കോചദശയിൽ അതിൽ ലയിച്ചു ചേർന്നതെല്ലാം, അതിൽ അലിഞ്ഞു ചേർന്നതെല്ലാം അതിൽ നിന്ന് പുറത്തേക്ക് പുറന്തള്ളുന്നു. ഓരോന്നോരോന്നായി പുറന്തള്ളി ആ അത്യുജ്വല പ്രകാശരൂപിണി നമ്മുടെ ശരീരത്തിനുള്ളിൽ ഹൃദയപത്മകർണികാ മധ്യത്തിൽ അത് ചെറുതായി അതിതേജസ്വിനിയായി നമ്മെ മുന്നോട്ടു നയിക്കുന്നതിന് വേണ്ടി ഉത്സുകയായി ആരാധ്യയായിരിക്കുന്ന ആ മഹാദേവിയുടെ തൃപ്പാദപത്മങ്ങളിൽ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും നമസ്കരിച്ച് ആ ദേവിയുടെ അനുഗ്രഹാതിരേകത്തിൽ നിറഞ്ഞ് ആ നിറവിൽ സന്തോഷിച്ച് പതുക്കെ ദീർഘമായി നിശ്ചലമായി നിശബ്ദമായി 3 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്ത് കണ്ണു തുറക്കാം. ശ്രീ ലളിതാ പരമേശ്വരി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.